In the last class, we derived the flexural formula or bending equation, and the equation is m by I is equal to E by R is equal to sigma xx or sigma bending divided by y. Okay, where m is the bending moment at the section. നമ്മൾ എവിടെയാണോ സ്ട്രെസ് ബെൻഡിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സപ്പോസ് ഇങ്ങനെ ഒരു ബീം ഉണ്ട്, സപ്പോസ് ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ബെൻഡിങ് സ്ട്രെസ് അറ്റ് ദിസ് സെക്ഷൻ, ഈ സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇവിടുത്തെ മൂമെൻ്റ് ആണ് എം എന്ന് പറഞ്ഞാൽ എം ഈസ് ദ ബെൻഡിങ് മൂമെൻറ്റ് അറ്റ് ദ സെക്ഷൻ വി ആർ കൺസിഡേർഡ്. ഐ ഈസ് ദ മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ്. നമുക്ക് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രോസ് സെക്ഷൻ ആണെങ്കിൽ, ഇത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഐ മീൻസ് ഇറ്റ് ഈസ് ദ മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ്. ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ഐ എന്ന് പറഞ്ഞാൽ. ദെൻ സിഗ്മ എക്സ് ഈസ് ദ ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്ഡ് ഓർ സിഗ്മ ബി ഈസ് ദ ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്ഡ്. ബിക്കോസ് ഓഫ് ബെൻഡിങ് there will be some normal stress. So the value of that normal stress is denoted as sigma b. Then y is the distance of the fiber from neutral axis. Now ഇതാണ് ന്യൂട്രൽ ആക്സിസ് എങ്കിൽ സപ്പോസ് ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ബെൻഡിങ് സ്ട്രെസ് അറ്റ് ദിസ് ലെയർ, ഈ ലെയറിലുള്ള ഒരു ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇതിനെയാണ് y കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. y മീൻസ് ദ ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ് to the layer we are considering. Then E is the modulus of elasticity, R is the radius of curvature of the bending section, and this equation is known as bending equation or flexural formula or flexural equation. Okay, സോ ഇത്രയും നമുക്ക് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനുള്ളത് ഫസ്റ്റ് നമ്മൾ ഈ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് അതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്, ഇപ്പം ഇതുവരെ നമുക്ക് ന്യൂട്രൽ ആക്സിസ് എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. സപ്പോസ് നമുക്ക് ഇത്രയേ അറിയുള്ളൂ, ഒരു ബീം ഇങ്ങനെ സാഗിങ് ബെൻഡിങ് ആണെങ്കിൽ സപ്പോസ് ദ ബീം ബെൻഡ്സ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ അപ്പർ പോർഷനിൽ ടോപ്പ് മോസ്റ്റ് ലെയേഴ്സിലൊക്കെ കംപ്രഷൻ ആയിരിക്കും, ബോട്ടം മോസ്റ്റ് ലെയേഴ്സിൽ ടെൻഷൻ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ഒരു ലെയർ ഉണ്ടാവും, അവിടെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതായത് കംപ്രഷൻ ആണോ ടെൻഷൻ ആണോ രണ്ട് വാല്യൂ ഉണ്ടാവില്ല, രണ്ടും സീറോ ആയിരിക്കും. ആ ലെയറിനെയാണ് ന്യൂട്രൽ ലെയർ ആൻഡ് കറസ്പോണ്ടിങ് ക്രോസ് സെക്ഷനിലുള്ള ആ ലൈനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ വി ഹാവ് ടു എക്സാക്ട്ലി ലൊക്കേറ്റ് ദ ന്യൂട്രൽ ആക്സിസ്. ഇപ്പോൾ ഈ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏത് പോയിന്റിലാണ് ന്യൂട്രൽ ആക്സിസ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിസ്റ്റൻസ് വൈ ഡിസ്റ്റൻസും മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ന്യൂട്രൽ ആക്സിസ് ഇവിടെയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അപ്പർ മോസ്റ്റ് ലെയറിലാണോ ഇതൊന്നും നമുക്കറിയില്ല. സോ ഇൻ ടുഡേയ്സ് വീഡിയോ വി ആർ ഗോയിങ് ടു ലൊക്കേറ്റ് ദ ന്യൂട്രൽ ആക്സിസ്. ഏത് സെൻട്രൽ കൂടിയാണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ദ വേരിയേഷൻ ഓഫ് ബെൻഡിങ് സ്ട്രെസ്. സോ ഞാൻ ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഒരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഇങ്ങനെ ഒരു ബീം കൺസിഡർ ചെയ്തു, അതിന് ബെൻഡിങ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഇതാണ് ന്യൂട്രൽ ലെയർ എങ്കിൽ, ന്യൂട്രൽ സർഫസ് എങ്കിൽ അതിന് അപ്പർ മോസ്റ്റ് ലെയർ ഇവിടുത്തെ ഒരു എലമെന്റിന് ഞാൻ ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, കംപ്രഷൻ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ബോട്ടം മോസ്റ്റ് ലെയേഴ്സിന് ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ടെൻഷനും ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക ബിക്കോസ് ഓഫ് ബെൻഡിങ്. സോ അതൊന്ന് ഈ ക്രോസ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് 3 ഡയമെൻഷനിൽ കാണിക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കട്ട് സെക്ഷൻ എടുത്തു, ഇവിടെ ഒരു കട്ട് സെക്ഷൻ എടുത്തു, ഇവിടുത്തെ ഈ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു എം എന്നുള്ള മൊമെന്റ് ഉണ്ട് ധരിച്ചു. ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന മൊമെന്റ് എക്സ്റ്റേണൽ മൊമെന്റ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വിലിബ്രിയം ആക്കാൻ വേണ്ടിയിട്ട് ഇന്റേണലി ഡെവലപ്പ് ചെയ്ത മൊമെന്റ് എം ആണ്, ആ വാല്യൂ ആണ് എം. സോ ഈ എം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ എമ്മിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണം, കപ്പിൾസ് ആണ് ഫോം ചെയ്യുക. ഒരു ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ഉണ്ടാവും, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യണം. അതായത് ഇതാണ് ന്യൂട്രൽ ആക്സിസിന്റെ അപ്പർ മോസ്റ്റ് പോർഷനിലെല്ലാം കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും, ഇങ്ങനെ കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ എല്ലാം കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. ബോട്ടം മോസ്റ്റ് പോർഷൻ ഈ ന്യൂട്രൽ ആക്സിസിന് താഴത്തേക്കുള്ള ലേയേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ ഇതേപോലെ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും കൂടി ഇതിപ്പോൾ ഫോഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സും കൂടി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ഈ എമ്മിന്
ഈക്വൽ ആയിരിക്കും. ദ വാല്യൂ ഫോഴ്സിനെ കൊണ്ട് ഉണ്ടാകുന്ന മൊമെന്റ് അല്ലെങ്കിൽ ഈ രണ്ട് ഫോഴ്സും കപ്പിൾ ആയിരിക്കും. ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിലും മറ്റേ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും. സോ ഇതിനെ കൊണ്ടൊരു കപ്പിളാണ് ഡെവലപ്പ് ചെയ്യുക ഈ ഇവിടെ ഫോഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ. ഇനി സ്ട്രെസ് ആണെങ്കിൽ ന്യൂട്രൽ ലെയറിന്റെ എബോവ് പോർഷനിൽ കംപ്രസീവ് സ്ട്രെസ്സും ബോട്ടം ബോട്ടം ലെയേഴ്സിലേക്ക് ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും. ഇങ്ങനെയാണ് ബീം ബെൻഡ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, സോ ഇതിനെ നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബെൻഡിങ് ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബെൻഡിങ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ബെൻഡിങ് സ്ട്രെസ്സിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് നമുക്ക് നമ്മൾ ഇക്വേഷൻ M/I is equal to E/R is equal to ബെൻഡിങ് സ്ട്രെസ് സിഗ്മ ബി ബൈ വൈ ആണ്. ഇതിന്ന് ഞാൻ ഈ ലാസ്റ്റ് ഈ പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ബി ഈസ് ഈക്വൽ ടു E/R ഇൻറ്റു വൈ എന്ന് എഴുതാൻ പറ്റും. വേർ ദിസ് E/R, ഈ E/R എന്നുള്ള ടേം നോക്കുകയാണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആണ്. E is a constant, it's a material property and for a particular bending moment, ഒരു പെർട്ടിക്കുലർ മൂവ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയസും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. സോ ഫ്രം ദിസ് നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈ എന്നുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും. സോ സിഗ്മ ബിന്റെ വാല്യൂ ഈ ന്യൂട്രൽ ആക്സിസ് നിന്ന് എടുക്കുന്ന ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ നമ്മൾ താഴത്തേക്ക് എടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ വൈ ഇതാണ് സപ്പോസ് നമ്മളെ വൈ എങ്കിൽ സപ്പോസ് വി ആർ കൺസിഡറിങ് ബോട്ടം മോസ്റ്റ് പോർഷൻസ്. ഇപ്പോൾ ഈ വൈ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സിഗ്മ ബിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരും. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇതിനൊക്കെ ലെങ്ത് കുറച്ച് കാണിച്ചത്, പിന്നെ ലെങ്ത് കൂട്ടി കൂട്ടി ഫൈനലി മാക്സിമം ഹയസ്റ്റ് ലെങ്ത് കാണിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ അപ്പർ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ വൈ ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മേലോട്ട് വൈ പോകുന്നതിനനുസരിച്ച് ഈ ബെൻഡിങ് സ്ട്രെസ്സിന്റെ വാല്യൂ കൂടിക്കൂടി വരും. സോ ഇനീഷ്യലി ചെറിയ വാല്യൂ ആയിരിക്കും, ദെൻ ടോപ്പ് മോസ്റ്റ് ലെയറിലെത്തുമ്പോൾ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് കിട്ടും. സോ ഇങ്ങനെ ലീനിയർലി വേരിയേഷൻ ആണ് ബെൻഡിങ് സ്ട്രെസ്സിന് ഉണ്ടാവുക. ഓക്കെ, സോ ഇത് എല്ലാ കേസിലും നമ്മൾ ഇങ്ങനെ 3 ഡയമെൻഷനലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഈ ഒരു പോർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പോർഷൻ കാണിക്കും. ഇതാണ് ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ ന്യൂട്രൽ ലെയർ. അതിൽ ഈ താഴത്തേക്കുള്ള ഡിസ്റ്റൻസ് സപ്പോസ് ഈ ബോട്ടം മോസ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് C2 ആണ്, ടോപ്പ് മോസ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് C1 ആണെങ്കിൽ അതിൻ്റെ ബെൻഡിങ് സ്ട്രെസ് വേരിയേഷൻ ഇതിപ്പം റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ കറക്റ്റ് സെന്ററിൽ നിന്നായിരിക്കും വരിക. ഇതൊരു ഇറഗുലർ ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമുക്ക് തന്ന പ്രോബ്ലത്തിൽ തരുന്ന ഫിഗറിനനുസരിച്ച് വേണം നമുക്ക് ബെൻഡിങ് സ്ട്രെസ് വേരിയേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഒരു ജനറൽ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഇവിടെ ന്യൂട്രൽ ആക്സിസിൽ 0 ആയിരിക്കും. ദെൻ ഡിസ്റ്റൻസ് താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് ടെൻസൈൽ സ്ട്രെസ് ആണ്. സോ ഇനീഷ്യലി ഇത്ര വാല്യൂ ഉണ്ടാവും, പിന്നെ കുറച്ചും കൂടി ലെങ്ത് സ്ട്രെസ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, പിന്നെ അഗെയിൻ ഇൻക്രീസ് ചെയ്യും. ഫൈനലി ഈ എക്സ്ട്രീം ബോട്ടം മോസ്റ്റ് പോർഷൻ എത്തുമ്പോൾ ഇവിടെ എത്തുമ്പം ദ വാല്യൂ ഓഫ് സ്ട്രെസ് വിൽ ബി ദ മാക്സിമം. അത് ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. അതേപോലെ നമ്മൾ അപ്പർ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ വാല്യൂ കൂടിക്കൂടി വരും. അത് കംപ്രസീവ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഇവിടെ ടെൻസൈൽ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്തു. ഇങ്ങനെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഫൈനലി ഏറ്റവും എക്സ്ട്രീം ലെയറിൽ എത്തുമ്പോൾ വി വിൽ ഗെറ്റ് ദ മാക്സിമം കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ വരിക. സോ ഇത് ഓർമ്മിച്ച് വെക്കുക. ദ വാല്യൂ ഓഫ് ബെൻഡിങ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെയറിലേക്കുള്ള ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വൈ എന്ന വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യണം. ഒരു ഫിഗർ തരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രോസ് സെക്ഷനോ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനോ സർക്കുലർ ക്രോസ് സെക്ഷനോ ട്രയാങ്കുലർ ക്രോസ് സെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ തരികയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബീം തരികയാണെങ്കിൽ അതിൽ എവിടെയാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റണം. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്, ഒരു ബീമിൻ്റെ ന്യൂട്രൽ ആക്സിസ് എവിടെയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ബീം തന്നെ കൺസിഡർ എ ബീം വിച്ച് ഈസ് ഹാവിങ് സം ആർബിട്രറി ക്രോസ് സെക്ഷൻ, ആർബിട്രറി ഷേപ്ഡ് ക്രോസ് സെക്ഷൻ ആണ്. ദെൻ അതിന് നമ്മൾ ഇതാണ് ഒരു ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഇപ്പോൾ അസ്യൂം ചെയ്തു. ഇതാണ് ന്യൂട്രൽ ആക്സിസ്, ഇതാണ് ന്യൂട്രൽ ലെയർ അല്ലെങ്കിൽ ന്യൂട്രൽ സർഫസ്. ഈ ആക്സിസിൽ നിന്ന് ഒരു വൈ ഡിസ്റ്റൻസ് താഴെയുള്ള ഒരു എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ എലമെന്റിന്റെ ഏരിയ ഡെൽറ്റ എ ആണ്.
ഓക്കെ, എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത മാതിരി തന്നെ സ്ട്രെസ് കണ്ടുപിടിക്കാൻ ചെയ്ത അതേപോലെ തന്നെ ഒരു ബീം തന്നിട്ടുണ്ട്. ബീമിൻ്റെ ഒരു കട്ട് സെക്ഷനാണിത്. ടോട്ടൽ ബീം ഒരുപാട് ലെങ്ത് ഉണ്ടാവും. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ എടുത്തു. ഇതാണ് അതിൻ്റെ ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം ഒരു ആർബിട്രറി ഷേപ്പാണ്. അതിൽ നമ്മളൊരു y ഡിസ്റ്റൻസ് എവേ ഉള്ള ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്തു. ദെൻ ഈ എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്കറിയാം, നമ്മളെ ബെൻഡിങ് ഇക്വേഷൻ വെച്ചിട്ട് ഇറ്റ് ഈസ് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു വൈ ആണ്. സോ ഇത് സ്ട്രെസ്സാണ്. സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഫോഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. ഇതും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ ഈ എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇപ്പം ഇത് ബോട്ടം മോസ്റ്റ് പോർഷനിലാണെങ്കിൽ ബോട്ടം മോസ്റ്റ് പോർഷൻ ആയതുകൊണ്ട് ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യാം. സോ ഇത് ഇവിടെ കാണിച്ച മാതിരി ഇപ്പോൾ ഇവിടെ ഇത് ഏതെങ്കിലും ഒരു എലമെൻറ്റ് എടുക്കുക, ഇതൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എലമെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെയായിരിക്കും ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ് ആക്ട് ചെയ്യാം. സോ ഇൻറ്റു ഏരിയ ചെയ്തു, ഡെൽറ്റ എ ആണ് ഏരിയ. സോ ഇ ബൈ ആർ ഇൻറ്റു വൈ ഇൻറ്റു ഡെൽറ്റ എ കിട്ടി. സോ ഇതൊരു സ്മോൾ എലമെൻ്റൽ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. സപ്പോസ് നമുക്ക് ഇങ്ങനത്തെ എല്ലാ ഫോഴ്സും, അതായത് ഈ ഫിഗറിൽ കാണിച്ച പോലെ ഈ ഫോഴ്സ് മൊത്തം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സമ്മേഷൻ എടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് the total horizontal force on the beam is equal to sum of E by R into Y into delta A എന്ന് എടുത്തു. Then E by R is a constant, so you can take it out of the summation sign. So E by R into sigma into Y dA എന്ന് കിട്ടും, Y delta A എന്ന് കിട്ടും. This is the total horizontal force. അതായത് ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ എല്ലാ ഫോഴ്സിൻ്റെയും കൂടി, ഈ ഓരോ എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിൻ്റെയും കൂടി സമ്മാണ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ ഇനി നമുക്കറിയാം, നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒരു ക്രോസ് സെക്ഷൻ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ അപ്പർ മോസ്റ്റ് പോർഷനിൽ കംപ്രഷൻ ആയിരിക്കും, ലോവർ മോസ്റ്റ് പോർഷനിൽ ടെൻഷൻ ആയിരിക്കും. രണ്ടും കൂടി ഒരു കപ്പിൾ ഫോം ചെയ്യും. ആ കപ്പിളിൻ്റെ വാല്യൂ എം ആയിരിക്കും. ആ വാല്യൂ ഈക്വൽ ടു എം ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു കപ്പിൾ ഫോം ചെയ്യണമെങ്കിൽ ഒരു ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് എഫ് വേണം. അതിന് ഈക്വൽ എമൗണ്ട് ആയിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു എഫ് വേണം. എങ്കിൽ മാത്രമേ ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് പ്ലസ് ടെൻസൈൽ ഫോഴ്സ് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ്, അല്ലെങ്കിൽ ഈ രണ്ട് വാല്യൂയും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, എന്തിൽ മാത്രമേ കപ്പിൾ ഉണ്ടാവുള്ളൂ. നമ്മളൊരു കപ്പിൾ കൺസിഡർ ചെയ്യുമ്പം ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ ബട്ട് അതിനൊരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് മാത്രം ഉണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും, ബട്ട് ഫോഴ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ എന്തായിരിക്കും, ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു എന്തായിരിക്കും, ദിസ് വാല്യൂ വിൽ ബി 0 സിൻസ് ഹിയർ ഒരു കപ്പിൾ മാത്രമേ ഉള്ളൂ. ടോട്ടൽ ഫോഴ്സ് നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. So since there is no other horizontal force, equilibrium condition of horizontal force gives E by R into Y into delta A is equal to 0. Okay, അപ്പോൾ ഇത് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. ദെൻ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചു. നമുക്കറിയാം ഈ ഒരു എക്സ്പ്രഷൻ വേണമെങ്കിൽ സിഗ്മ വൈ ഇൻറ്റു ഡെൽറ്റ എ എന്നുള്ള എക്സ്പ്രഷൻ ഞാൻ വേണമെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് അതിനെ ഞാനൊരു ഏരിയയും കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റിൽ എഴുതി. അപ്പം ഇത് സിഗ്മ വൈ ഡെൽറ്റ എ 0 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, സിഗ്മ വൈ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഏരിയ ഈസ് ഓൾസോ 0. അപ്പം ഈ ഒരു സാധനം, ഈ ഒരു ടേം നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ മെക്കാനിക്സിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ എക്സ് ബാർ, നിങ്ങൾ സെൻട്രോയിഡ് ഒരു ക്രോസ് സെക്ഷൻ തന്നിട്ട് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനോ ട്രയാങ്കിൾ ക്രോസ് സെക്ഷനോ ഐ സെക്ഷൻ എൽ സെക്ഷൻ അങ്ങനെ പല ക്രോസ് സെക്ഷനും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, എക്സ് ബാർ വൈ ബാറിനൊക്കെ എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ വൈൻ്റെ ടേമിലായതുകൊണ്ട് ഞാൻ വൈ എന്നുള്ള ടേം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വൈ ബാർ ഈസ് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷൻ എന്തായിരുന്നു, ഫ്രം ബേസിക് സ്റ്റാറ്റിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വെച്ചിട്ട് ഇറ്റ് ഈസ് വൈ ഇൻറ്റു ഡെൽറ്റ എ അല്ലെങ്കിൽ ഡി എ എന്നായിരിക്കും അവിടെ പഠിച്ചിട്ടുണ്ടാകും. വൈ ഇൻറ്റു ഡി എ, അവിടെ ഏരിയ ഡി എ ആണ് എടുത്തത്, ഇവിടെ നമ്മൾ ഡെൽറ്റ എ എന്നാണ് ഏരിയയ്ക്ക് ചൂസ് ചെയ്തത്. സോ വൈ ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ആണ് വൈ ബാറിൻ്റെ എക്സ്പ്രഷൻ. വൈ ബാർ ഈസ് ദ
സെൻട്രോയിഡ് നമുക്ക് ഒരു ക്രോസ് സെക്ഷൻ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ തരികയാണെങ്കിൽ നമ്മളൊരു റെഫറൻസ് ആക്സിസ് എടുക്കും. ഇതാണ് റെഫറൻസ് ആക്സിസ് എന്ന്. ഇവിടുന്ന് ഇതിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ y ബാർ എന്നുള്ള പേര് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ y ബാർ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം റെഫറൻസ് ആക്സിസ് ടു ദ സെൻട്രോയിഡ് ഓഫ് ദ ഗിവൺ ക്രോസ് സെക്ഷൻ. സോ അതിൻ്റെ എക്സ്പ്രഷൻ ആണ് ഇത്. ഇൻ്റഗ്രൽ y ഹിയർ സമ്മേഷൻ ആണ്. സമ്മേഷൻ ഓവർ y ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ. അപ്പം ഇവിടെ നമുക്ക് കിട്ടി അത് ഈക്വൽ ടു 0 ആണ്. സോ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താ? y ബാർ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ y ബാർ 0 മീൻസ് y ബാർ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അപ്പം ഈ ഡിസ്റ്റൻസ് 0 ആണ്. ഈ y ബാർ 0 മീൻസ് ഇത് 0 മീൻസ് ഈ സെൻട്രോ ഗ്രാവിറ്റി ഈ ആക്സിസിലാണ്. അല്ലെങ്കിൽ നമ്മളെ കേസായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫിഗർ ഇപ്പോൾ റെക്ടാംഗുലർ ബീം ആണെങ്കിൽ നമ്മളെ ബീം ഒരു റെക്ടാംഗുലർ ക്രോസ് സെക്ഷനിലുള്ള ബീം ആണെങ്കിൽ അതിൻ്റെ ഈ y എന്നുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് ന്യൂട്രൽ ആക്സിസ് എന്നാണ്. ഇതാണ് നമ്മളെ ന്യൂട്രൽ ആക്സിസ്. ഈ ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ y ആയിട്ട് എടുത്തത്. ഇവിടെ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെയാണ് ഒരു ഏരിയ കൺസിഡർ ചെയ്തത്. ഈ ഏരിയ ആണ് y ആക്കി എടുത്തത്. സോ ഈ ഒരു ഇതിന്ന് നമുക്ക് y ബാർ ഈക്വൽ ടു 0 കിട്ടി. y ബാർ 0 കിട്ടിയ അതിൻ്റെ മീനിങ് എന്താ? ഈ ന്യൂട്രൽ ആക്സിസ് നിന്ന് ഇതിൻ്റെ സെൻട്രോയിഡ്, ഇപ്പം നിങ്ങൾക്കൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻട്രോയിഡ് ഇവിടെയാണെന്ന് വെച്ചു. സപ്പോസ് ഈ റെക്ടാംഗിളിൻ്റെ സെൻട്രോയിഡ് ഇവിടെയാണ്. ഈ ന്യൂട്രൽ ആക്സിസ് നിന്ന് ഈ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ y ബാർ എന്ന് ഡിനോട്ട് ചെയ്തത്. ഈ ഡിസ്റ്റൻസ് ആണ് y ബാർ കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മളൊരു റെഫറൻസ് ആക്സിസ് എടുക്കും. ആ റെഫറൻസ് ആക്സിസ് നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് y ബാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ റെഫറൻസ് ആക്സിസ് ഈ ന്യൂട്രൽ ആക്സിസ് ആണ്. നമ്മൾ എല്ലാ ഡിസ്റ്റൻസും ന്യൂട്രൽ ആക്സിസ് എന്നാണ് എടുത്തത്. സോ ഫോർ ദിസ് കേസ് നമ്മളെ ബെൻഡിങ്ങിൻ്റെ കേസിൽ ദിസ് ഈസ് അവർ റെഫറൻസ് ആക്സിസ്. എല്ലാ ഡിസ്റ്റൻസും ഇവിടെ നിന്നാണ് മെഷർ ചെയ്തത്. സോ ഈ y ബാർ ഈ ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഈ y ബാർ 0 ആണ്. സോ അതിൻ്റെ മീനിങ് എന്താ? ന്യൂട്രൽ ആക്സിസും y ബാറും തമ്മിൽ 0 ഡിസ്റ്റൻസ് ഒന്നുമില്ല. അതായത് ന്യൂട്രൽ ആക്സിസും സെൻട്രോ ഗ്രാവിറ്റിയും തമ്മിൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസും സെൻട്രോ ഗ്രാവിറ്റിയിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തത്. സോ നമുക്ക് ഇങ്ങനെ സെൻട്രോ ഗ്രാവിറ്റിയിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ നമുക്ക് എന്താ വിളിക്കുക? നമ്മൾ കഴിഞ്ഞ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ആക്സിസ് ഈസ് ഓൾസോ നോൺ ആസ് സെൻട്രോയിഡൽ ആക്സിസ്. So the final conclusion is that neutral axis coincides with the centroid of the cross section. ഒരു ക്രോസ് സെക്ഷൻ തരികയാണെങ്കിൽ അതിൻ്റെ ന്യൂട്രൽ ആക്സിസും സെൻട്രോയിഡൽ ആക്സിസും സെയിം ആണ്. സോ നമുക്ക് റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ സെൻട്രോ ഗ്രാവിറ്റി സെൻട്രലാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഈ ആക്സിസ് ഇതാണ് സെൻട്രോ ഗ്രാവിറ്റി എങ്കിൽ ഈ ആക്സിസ് തന്നെയായിരിക്കും ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ്. ഇനിയിപ്പോൾ ഒരു ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ കിട്ടുകയാണെങ്കിൽ ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ സെൻട്രോ ഗ്രാവിറ്റി മീൻസ് ഒരു ബേസിൽ നിന്ന് ടോട്ടൽ ഹൈറ്റ് h ആണെങ്കിൽ h/3 ഇത് h ആണെങ്കിൽ ഈ ഹൈറ്റ് h/3 ആയിരിക്കും. സോ ഇതിൽ കൂടെ ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ന്യൂട്രൽ ആക്സിസ്. സോ നമുക്ക് ഇനി മുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ തരികയാണെങ്കിൽ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ സെൻട്രോ ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. ആ സെൻട്രോ ഗ്രാവിറ്റിയിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ആ ആക്സിസ് തന്നെയായിരിക്കും ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോട്ടിങ് ദാറ്റ് സിഗ്മ y delta a is the moment of area about the neutral axis and this term sigma y delta a by a should be the distance of centroid of the area from the neutral axis. Hence this term 0 means the neutral axis coincides with the centroid of the cross section. സോ നമുക്ക് ഇനി ഏത് ബീം തന്നാലും അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുക, അതിൻ്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക. ആ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ലെയർ ആയിരിക്കും അല്ലെങ്കിൽ ആക്സിസ് ആയിരിക്കും അതിൻ്റെ ന്യൂട്രൽ ആക്സിസ്. സോ നമുക്ക് നേരത്തെ കിട്ടിയ ഈ ഒരു ഇതിൽ നമുക്ക് ഇനി ഈ ന്യൂട്രൽ ആക്സിസിന് പകരം ഇവിടെ എന്ത് കൂടി എഴുതാം? I is the moment of inertia about neutral axis or centroidal axis. It is the moment of inertia about the neutral axis or centroidal axis. Then y is the distance of the fiber from neutral axis or centroidal axis. രണ്ടും സെയിം ആണ്. ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ക്രോസ് സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ്.
സോ നമുക്ക് ഈ ഇക്വേഷൻ നമുക്കറിയാം, അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സോ നമുക്ക് y കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി y കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലെയറിലുള്ള ബെൻഡിങ് സ്ട്രെസ്സോ ബെൻഡിങ് മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റിയോ എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് ടേംസും കൂടി ഉണ്ട് ഇതിൽ വരുന്നത്. ഫസ്റ്റ് നിങ്ങൾ ടോർഷനിൽ പോളാർ മോഡുലസ് ഒക്കെ പഠിച്ച പോലെ തന്നെ ഇവിടെ വരുന്നൊരു ടേമാണ് സെക്ഷൻ മോഡുലസ്. സോ നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ബെൻഡിങ് മൊമെന്റ് m/i is equal to sigma by y or sigma b by y, where sigma b is the bending stress. ഇതിന്ന് നമുക്ക് എന്ത് എഴുതാം? sigma is equal to m into y divided by i എന്ന് എഴുതാൻ പറ്റും. സോ ഇതിന്ന് സിഗ്മ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു y ആണ്. സോ മാക്സിമം ബെൻഡിങ് എവിടെയാണ് കിട്ടുക? മാക്സിമം ബെൻഡിങ് വിൽ ബി m/i into y max. സോ നമുക്കൊരു റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ്. ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് y മാക്സിമം ആവുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. ഇതാണ് y മാക്സ്. ഈ ലെയറിലായിരിക്കും മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവുക. സിഗ്മ മാക്സ് ഈ ലെയറിലായിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബട്ട് നമുക്ക് ആക്ച്വലി മാക്സിമം സ്ട്രെസ് വരെയൊന്നും മെറ്റീരിയലിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഡിസൈൻ നമുക്ക് ബീമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം വരെ ഒരിക്കലും ലോഡിങ് കൊടുക്കൂല. അതിനു മുമ്പ് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒക്കെ വെച്ചിട്ട് നമ്മളൊരു അതിനെ പെർമിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യൂവിൽ നമ്മൾ ലിമിറ്റ് ചെയ്യും. അതിനെയാണ് പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുക. പെർമിസിബിൾ സ്ട്രെസ് മീൻസ് ആക്ച്വലി ഈ ഒരു ബീമിന് ഒരു മാക്സിമം വാല്യൂ വരെ ലോഡിങ് കൊടുക്കാം, അല്ലെങ്കിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാം. ബട്ട് നമ്മൾ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്രയും ലോഡ് കൊടുക്കാതെ അതിൽ താഴെയുള്ള ഒരു വാല്യൂവിൽ എപ്പോഴും ലിമിറ്റ് ചെയ്യും. അതിനെയാണ് പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുക. ആ സ്ട്രെസ്സിനെയാണ് പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുക. സോ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ പെർമിസിബിൾ വാല്യൂ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അലോവബിൾ വാല്യൂ വെച്ചിട്ടാണ്, മെറ്റീരിയലിന് അലോവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. സോ ഈ മാക്സിമത്തിന് പകരം ജനറലി നമ്മൾ സിഗ്മ പെർമിസിബിൾ വാല്യൂ വെച്ചിട്ടാണ്, സ്ട്രെസ് പെർമിസിബിൾ വാല്യൂ വെച്ചിട്ടാണ് ചെയ്യുക. സോ സിഗ്മ പെർമിസിബിൾ ഈസ് ഈക്വൽ ടു m/i into y max എന്ന് വെക്കും. ഇതെന്ന് നമുക്ക് m ഈസ് ഈക്വൽ ടു സിഗ്മ പെർമിസിബിൾ ഇൻറ്റു i by y max എന്ന് വരും. അല്ലെങ്കിൽ m ഈസ് ഈക്വൽ ടു സിഗ്മ പെർമിസിബിൾ ഇൻറ്റു z. m ഈസ് ഈക്വൽ ടു സിഗ്മ പെർമിസിബിൾ ഇൻറ്റു z എന്ന് വാല്യൂ കിട്ടും. വേർ ഈ i by y maxന് നമ്മൾ കൊടുത്തൊരു പേരാണ് z. അപ്പം നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ പെർമിസിബിൾ വാല്യൂ അല്ല തന്നത്, മാക്സിമം വാല്യൂ ആണ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം m ഈസ് ഈക്വൽ ടു സിഗ്മ മാക്സ്. അവിടെ നിങ്ങൾ മാക്സിമം എടുത്താൽ മതി. സിഗ്മ മാക്സ് ഇൻറ്റു സെഡ് എന്നുള്ള ഇക്വേഷൻ എടുക്കുക. ഇനി മാക്സിമത്തിന് പകരം പെർമിസിബിൾ വാല്യൂ വെച്ചിട്ടാണ് പ്രോബ്ലം തന്നിട്ടുള്ളതെങ്കിൽ അവിടെ സിഗ്മ പെർമിസിബിൾ എടുക്കുക. സോ ദിസ് സെഡ്, ഈ സെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് i by y max. നമ്മൾ ടോർഷനിൽ ഇതേപോലെ ഒരു ടേം പഠിച്ചിരുന്നു, സെഡ് പി അതേ സെയിം നമ്മൾ ബെൻഡിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അതേ സെയിം കൺസെപ്റ്റ്. സോ z ഈസ് ഈക്വൽ ടു i by y max. ഈ സെഡിനെ വിളിക്കുന്ന പേരാണ് സെക്ഷൻ മോഡുലസ്. ദി സെഡ് i by y max ഈസ് നോൺ ആസ് z ഈസ് ഈക്വൽ ടു i by y max ആൻഡ് ദാറ്റ് ടേം ഈസ് നോൺ ആസ് സെക്ഷൻ മോഡുലസ്. ഓർ നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ m ഈസ് ഈക്വൽ ടു സിഗ്മ മാക്സ് അല്ലെങ്കിൽ സിഗ്മ പെർമിസിബിൾ ഇൻറ്റു സെഡ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്രോസ് സെക്ഷൻ എടുക്കുക. അതിൻ്റെ സെഡിൻ്റെ വാല്യൂ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. സോ ഫോർ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ, ഇങ്ങനെ ഒരു റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ഉണ്ട്. അതിൻ്റെ വിഡ്ത്ത് b ആണ്, ഡെപ്ത് സപ്പോസ് ടോട്ടൽ ഡെപ്ത് ഹൈറ്റ് d ആണെങ്കിൽ, ടോട്ടൽ ഡെപ്ത് du ആണെങ്കിൽ അതിൻ്റെ സെഡിൻ്റെ വാല്യൂ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ ആക്സിസ് നിന്ന് ഇതിലേക്ക്, ന്യൂട്രൽ ആക്സിസ് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെയായിരിക്കും, കറക്റ്റ് d/2 സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ പോയിന്റ് d/2 ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവുക. സോ മാക്സിമം എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് y max ആയിരിക്കും മാക്സിമം ഡിസ്റ്റൻസ്. സോ y max എന്ന് പറഞ്ഞാൽ d/2 എന്ന് കിട്ടും. പിന്നെ റെക്ടാംഗിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ് ഓർ സെൻട്രോയിഡൽ ആക്സിസ്, that will be bdq/12 ആണ്. We already know this equation, bdq/12 for a rectangular cross section. So z i by y max എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ bdq/12 ഇൻറ്റു d/2 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? bdq/12 ഇൻറ്റു 2/d. സോ 6 ഇത് സ്ക്വയർ. സോ ഫൈനലി z ഈസ് ഈക്വൽ ടു z is equal to bd square by 6 എന്ന് വരും.
സോ ഇതാണ് സെക്ഷൻ മോഡുലസ് ഓഫ് എ റെക്ടാങ്കുലർ ബീം. ഓക്കെ, ഓർമ്മിച്ച് വെക്കുക. അല്ലെങ്കിൽ ഈ സാധനം ഐ ബൈ വൈ മാക്സ് എന്നുള്ള ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ഡിറൈവ് ചെയ്തെടുത്താലും മതി. സോ ഇറ്റ് ഈസ് ബി ഡി സ്ക്വയർ ബൈ 6. അതാണ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ്. നൗ സിമിലർലി നമുക്കൊരു ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ ഉണ്ട്. അതിൻ്റെ ടോട്ടൽ ഔട്ടർ പോർഷൻ്റെ ഹൈറ്റ് ക്യാപിറ്റൽ ഡി ആണ്, വിഡ്ത്ത് ക്യാപിറ്റൽ ബി ആണ്. ഉള്ളിലുള്ള റെക്ടാങ്കിളിൻ്റെ വിഡ്ത്ത് സ്മോൾ ബിയും സ്മോൾ ഡിയും ആണെങ്കിൽ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഐ ബൈ വൈ മാക്സ് എടുക്കുമ്പോൾ നമുക്ക് ആ എക്സ്പ്രഷൻ ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ വരും. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ മാത്രമേ പറയുന്നുള്ളൂ. So 1/6 into BD cube minus small BD cube divided by capital D. ഓക്കെ, അപ്പോൾ ഇതിൽ വൈ മാക്സ് എടുക്കുമ്പോൾ നോക്കുക, വൈ മാക്സ് മീൻസ് ഈ ലെയറിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സോ വൈ മാക്സ് എപ്പോഴും ക്യാപിറ്റൽ D/2 ആണ് വരിക. വൈ മാക്സ് ഈസ് ക്യാപിറ്റൽ D/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടും. ഇനി സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഡയമീറ്റർ D ആണെങ്കിൽ സെഡിൻ്റെ വാല്യൂ π/32 D³ ആണ്. അഗെയിൻ ഐ മീൻസ് നമുക്കറിയാം π/64 D⁴ ആണ് സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഐൻ്റെ വാല്യൂ എബൌട്ട് ന്യൂട്രൽ ആക്സിസ് ഓർ സെൻട്രോയിഡൽ ആക്സിസ്. ന്യൂട്രൽ അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി മെക്കാനിക്സിൽ പഠിച്ചതാണ്. ഇറ്റ് ഈസ് π/64 D⁴ ഡിവൈഡഡ് ബൈ വൈ മാക്സ് മീൻസ് എക്സ്ട്രീം ഫൈബർ. ഈ എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് D/2 ആണ്. സോ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ π/32 D³ എന്ന് കിട്ടും. ദെൻ ഹോളോ, നേരത്തെ അതേപോലെ തന്നെ ഹോളോ സർക്കുലർ സെക്ഷൻ്റെ π/32 D⁴ മൈനസ് സ്മോൾ D⁴ ബൈ ക്യാപിറ്റൽ ഡി. ദെൻ ട്രയാങ്കിൾ ക്രോസ് സെക്ഷൻ. ട്രയാങ്കിൾ ക്രോസ് സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസിലെ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഫ്രം ബേസ് ആണെങ്കിൽ ഇറ്റ് ഈസ് h/3 ആണ്. സോ ഇതാണ് h/3. സോ എക്സ്ട്രീം വൈ മാക്സ് എന്ന ഡിസ്റ്റൻസ് മാക്സിമം ലെയർ എക്സ്ട്രീം ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് വൈ മാക്സ് എന്ത് വരും? ഇവിടെ നിന്ന് ഇതാണ് മാക്സിമം ഡിസ്റ്റൻസ് വരിക വൈ മാക്സ്. ഇത് h/3 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 2h/3 ആയിരിക്കും. സോ വൈ മാക്സ് ഈസ് 2h/3. ദെൻ ഐൻ്റെ വാല്യൂ ട്രയാങ്കിൾ ക്രോസ് സെക്ഷൻ്റെ ഐൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ BH²/24 എന്ന് വരും സെക്ഷൻ മോഡുലസ്. സോ ഈ ഇത്രയും ക്രോസ് സെക്ഷൻ്റെ വാല്യൂസും സെക്ഷൻ മോഡുലസും അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം കൂടി ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 3 meter ഹാസ് എ ക്രോസ് സെക്ഷൻ 120 mm into 180 mm. If the permissible stress in the material of the beam is 10 Newton/mm², determine the maximum UDL it can carry. Neglect moment due to self weight. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലം. നമ്മളെടുത്തൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. അത് 3 meter സ്പാൻ ആണ്. അതിൻ്റെ ക്രോസ് സെക്ഷൻ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. അതിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം കൊടുക്കാൻ പറ്റിയ സ്ട്രെസ് ബെൻഡിങ്ങിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇത്രയും സ്ട്രെസ് മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള വാല്യൂ നമ്മൾ ഡിസൈൻ ചെയ്യണം, കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൊടുക്കാൻ പറ്റിയ UDL, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ കൊടുക്കാൻ പറ്റിയ UDLൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ടാവും. ഈ എൻഡിലും സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്. ദെൻ ഇതിൽ ആക്ട് ചെയ്യുന്നത് ഒരു UDL ആണ്. നമുക്കൊരു UDL വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകളിലൊരു UDL ഉണ്ട്. അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ കൊടുക്കുന്ന വാല്യൂ എങ്ങനെയുള്ള വാല്യൂ ആവണം? ഈ കൊടുക്കുന്ന സപ്പോസ് W Newton/meter ആണ് ഇതിൽ കൊടുക്കുന്നതെങ്കിൽ ആ Wൻ്റെ വാല്യൂ, Wനെ കൊണ്ട് ഇത്രയും സ്ട്രെസ് മാത്രമേ, ബെൻഡിങ് സ്ട്രെസ് മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പെർമിസിബിൾ സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ്, ഇവിടെ അതും കൂടി കൊടുത്തേക്കും. ഡ്യൂ ടു ബെൻഡിങ്, permissible stress due to bending is in the beam is 10 Newton/mm². ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിലുള്ള ബീമാണ്. അത് ക്രോസ് സെക്ഷൻ തന്നിട്ടുള്ളത് 120 mm into 80 mm ആണ്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഞാൻ ഈ സൈഡിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ. ഇതിൻ്റെ ഡയമെൻഷൻ ഇത് 120, ഇത് 180. ഓക്കെ, ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിലുള്ള ബീമാണ്. ഇങ്ങനെയാണ് ബീം ഉള്ളത്.
ഈ ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ UDL ഈ കറക്റ്റ് എല്ലാ പോയിന്റിലും UDL ആക്ട് ചെയ്യുന്നുണ്ട് ഈ ബീമിൻ്റെ. ഇങ്ങനെ ഒരു ബീമാണ് ഉള്ളത്. അപ്പോൾ ഈ UDLൻ്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പം പഠിച്ച ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ വെച്ചിട്ട് M/I is equal to E/R is equal to സിഗ്മ ബെൻഡിങ് ഡിവൈഡഡ് ബൈ സിഗ്മ ബി ബൈ വൈ എന്നുള്ള ഇക്വേഷൻ എടുക്കുക. അതിൽ സിഗ്മ ബീൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇതാണ് പെർമിസിബിൾ സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ്. ഇതിൽ ഇത്രയും സ്ട്രെസ്സേ വരാൻ പാടുള്ളൂ. സിഗ്മ ബീൻ്റെ വാല്യൂ അറിയാം. ദെൻ ഐൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ക്രോസ് സെക്ഷൻ തന്നിട്ടുള്ളത് കൊണ്ട് ഐൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. മാക്സിമം എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് പെർമിസിബിൾ വാല്യൂ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പെർമിസിബിൾ മീൻസ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ടു മാക്സിമം വാല്യൂ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ വൈ മാക്സും നമുക്കറിയാം. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി, മൊമെൻറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി M ഈസ് ഈക്വൽ ടു സിഗ്മ ബി ഇൻറ്റു ഐ ബൈ വൈ മാക്സ് എന്ന് എഴുതാൻ പറ്റും. സിഗ്മ ബി ഈസ് ഈക്വൽ ടു ഐ ബൈ വൈ മാക്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ ബി ഇൻറ്റു നമ്മളെ സെക്ഷൻ മോഡൽ സെഡ് എന്ന് എഴുതാൻ പറ്റും. സോ M ഈസ് ഈക്വൽ ടു സിഗ്മ ബി ഇൻറ്റു സെഡ് എന്ന് കിട്ടി. വേർ സിഗ്മ ബി ഈസ് ഈക്വൽ ടു 10 Newton per mm square. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മാക്സിമം അത്രയേ വരാൻ പാടുള്ളൂ. സോ 10 Newton per mm square. Then for a rectangular cross section, if the beam is a rectangular cross section, the value equation for Z is BD square by 6 ആണ്. നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടു BD square by 6 ആണ്. സോ നമുക്ക് സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. 1/6 ഇൻറ്റു B is 120 and D is 180 square. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 648,000 ഇത്രയും mm ക്യൂബ് എന്ന് കിട്ടും. സെക്ഷൻ മോഡുലസിൻ്റെ യൂണിറ്റ് mm ക്യൂബാണ്. കാരണം ഐ ബൈ വൈ മാക്സ് ആണ്. ഐ ഈസ് ഇതിൻ്റെ യൂണിറ്റ് mm⁴ വരും. ഇത് വൈൻ്റെ യൂണിറ്റ് mm വരും. സോ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ mm ക്യൂബ് എന്ന് വരും. സോ ദ വാല്യൂ ഓഫ് സെഡ് ഈസ് 648,000. സോ സെഡിൻ്റെ വാല്യൂ കിട്ടി. സോ ദെർഫോർ ദ വാല്യൂ ഓഫ് M ഈസ് ഈക്വൽ ടു ദ മൊമെൻറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി M ഈസ് ഈക്വൽ ടു സിഗ്മ ബി ഇൻറ്റു സെഡ് ആണ്. സോ സിഗ്മ ബി ഈസ് 10 ഇൻറ്റു 648,000 ഇത്രയും കിട്ടും. ഇത്രയും ന്യൂട്ടൺ mm വരും. ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്, ഇൻറ്റു ഇതിൻ്റെ യൂണിറ്റ് mm ക്യൂബും ആണ്. സോ ക്യാൻസൽ ചെയ്ത് പോകുമ്പം ദിസ് മച്ച് ന്യൂട്ടൺ mm വരും. ന്യൂട്ടൺ mm. ഇനി ഇതിനെ ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 6480 ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. ദിസ് ഈസ് M. ദ ബെൻഡിങ് മൊമെൻറ്റ്, the value of moment developed is equal to 6480 Newton meter. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് UDL കണ്ടുപിടിക്കാൻ പറ്റില്ല. UDL കിട്ടണമെങ്കിൽ ലോഡ് ആയിട്ട് ഈ എമ്മും ലോഡുമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടണം. നമുക്കിപ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടി, ബട്ട് വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് ദിസ് W. ഈ W ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ W കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സോ നമുക്ക് ഇങ്ങനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ മാക്സിമം, ഇതെല്ലാം ഈ ബെൻഡിങ് ഒക്കെ നമ്മൾ മാക്സിമം വാല്യൂ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. സോ ഇത് പെർമിസിബിൾ, സിഗ്മ ബി പെർമിസിബിൾ ആണ്, വൈ മാക്സിമം ആണ്. സോ ഇത് മാക്സിമം മൂവ്മെൻ്റ് ആണ്. മാക്സിമം ഈ ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന മൂവ്മെൻ്റ് ആണ് ഈ 6480. സോ നമുക്കൊരു ബീം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ വരുന്ന മാക്സിമം മൂവ്മെൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. എവിടെയാണ് മാക്സിമം മൂവ്മെൻറ്റ്, അതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ ഇനി ഈ ബെൻഡിങ് മാക്സിമം മൂവ്മെൻറ്റ്, ഈ എമ്മിൻ്റെ വാല്യൂ ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം വെച്ചിട്ടും കൂടി ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. സോ നമുക്ക് ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം ഒന്ന് റഫായിട്ട് വരച്ചു നോക്കാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടുപിടിക്കുക. ഈ ഒരു ഇത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. സോ ഇവിടെ ഇത് ടോട്ടൽ ലോഡ് WL ആണ്. സോ ഈ റിയാക്ഷൻ ഇവിടെ വരുന്ന എയിൽ വരുന്ന റിയാക്ഷൻ WL/2 ആയിരിക്കും.
ബിയിൽ വരുന്ന റിയാക്ഷനും WL/2 ആയിരിക്കും. ഈ ടോട്ടൽ ലോഡിന് കറക്റ്റ് സെൻട്രലായതുകൊണ്ട് ഹാഫ് പോർഷൻ ഈ എയിലുള്ള സപ്പോർട്ട് ക്യാരി ചെയ്യും, റിമൈനിങ് ഹാഫ് ബിയിലുള്ള സപ്പോർട്ടും ക്യാരി ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു WL/2 അപ്വേർഡ് ഡയറക്ഷനിൽ പോവും, WL/2. ദെൻ ഇവിടെ നിന്ന് ഇത് കോൺസ്റ്റന്റ് ലോഡാണ്, കോൺസ്റ്റന്റ് ലോഡ് ഹൊറിസോണ്ടൽ ലോഡ് ആയതുകൊണ്ട് സെക്കൻഡ് ഇവിടെ ലോഡ് ഡയഗ്രത്തിൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഇൻക്ലൈൻ ലൈന് വരും. സോ നമുക്ക് ഒരു ഇൻക്ലൈൻ ലൈന് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ വാല്യൂ ടോട്ടൽ WL ആണ് വരേണ്ടത്. സോ ഇവിടെ WL/2, WL താഴത്തേക്ക് വരുമ്പോൾ -WL/2 താഴത്തേക്ക് വരും. സോ ഇത് ഇവിടേക്ക് വരും, തിരിച്ച് ഈ WL/ കൂടി വരുമ്പം തിരിച്ചിവിടെ എത്തും. സോ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഷേപ്പ്. ദെൻ ഇതിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു L/2 ഇൻറ്റു WL/2 എന്ന് വരും. ഈ ഹൈറ്റ് WL/2 ആണ്, ഈ ലെങ്ത് L/2 ആണ്. സോ ഈ ഏരിയ WL²/8 ആയിരിക്കും ഈ ഇൻക്ലൂഡഡ് ഏരിയ. സോ അത് വെച്ചിട്ട് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആണ്. ഇവിടെ ഇൻക്ലൈൻ ലൈൻ ആയതുകൊണ്ട് ഇതിൽ പരാബോളയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ വരിക. ഇനി അതിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ലാർജ് സ്ലോപ്പാണ്, ലാർജ് തൊട്ടിട്ട് ഇവിടെ ഹൈ വാല്യൂ ആണ് ലോഡ് ഉള്ളത് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഉള്ളത്, ഇവിടെ ലോ വാല്യൂ ആണ്. സോ ലാർജ് ടു സ്മോൾ ആണ്, ലാർജ് സ്ലോപ്പിൽ നിന്ന് സ്മോൾ സ്ലോപ്പിലേക്കാണ് പോകേണ്ടത്. ലാർജ് സ്ലോപ്പ് ആയതുകൊണ്ട് ഇവിടെ കുറച്ച് വെർട്ടിക്കലായിരിക്കും, വെർട്ടിക്കലായിട്ട് പിന്നെ ഹൊറിസോണ്ടലായിട്ട് മാറും, സ്മോൾ സ്ലോപ്പ് മാറി. ദെൻ അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും നെക്സ്റ്റ് ഹാഫിൽ. ഇവിടെ സ്മോൾ സ്ലോപ്പ് തിരിച്ചിങ്ങോട്ട് വരും, സ്മോൾ സ്ലോപ്പ് നിന്ന് ലാർജ് സ്ലോപ്പിലേക്ക്. സോ ഇവിടെ ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ, ദെൻ ഇവിടേക്ക് എത്തുമ്പോൾ വെർട്ടിക്കലായിട്ട് വരും. ദെൻ ഈ വാല്യൂ, ഈ വെർട്ടിക്കൽ ഹൈറ്റ്, ഇതിൻ്റെ മാക്സിമം ഇതാണ് നമുക്ക് വേണ്ടത്. മാക്സിമം മൊമെന്റ് ഈസ് WL²/8 ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക, WL²/8 ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിയിങ് UDL. ദ മാക്സിമം മൊമെന്റ് ഈസ് WL²/8. ഓക്കെ, സോ നമുക്ക് മാക്സിമം മൊമെന്റിന്റെ വാല്യൂ കിട്ടി. ഈ എക്സ്പ്രഷനും ഇതാണ് ബീമിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ. ഓൾറെഡി നമ്മൾ മാക്സിമം മൊമെന്റിന്റെ ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് സംഭവം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? WL²/8 is equal to 6480 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇതിന്ന് നമുക്ക് W കണ്ടുപിടിക്കാം. W is equal to 6480 into 8 divided by L². L തന്നിട്ടുള്ളത് 3 മീറ്റർ ആണ്. സോ 3². സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ the value is 5760 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വരും, അല്ലെങ്കിൽ 5.76 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. സോ നമുക്ക് ആൻസർ കിട്ടി. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കാൻ പറ്റിയ ലോഡ്, ഇത്രയും ലോഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ലോഡിൽ കൂടിക്കഴിഞ്ഞാൽ ഈ പെർമിസിബിൾ സ്ട്രെസ്, ഇതിൽ കൂടുതൽ ബെൻഡിങ് സ്ട്രെസ് വരും, ബീം ബ്രേക്ക് ആവും. സോ ദിസ് ഇസ് ദ ആൻസർ.